സിദ്ദീഖിന് കനത്ത തിരിച്ചടി. മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് DS ഡയസ് ആണ് അപേക്ഷ തള്ളിയത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതിയുടെ നടപടി. യുവനടി നൽകിയ പരാതിയിൽ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ താൻ നിരപരാധിയാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സിദ്ദീഖ് ജാമ്യാപേക്ഷ നൽകിയത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറയുന്ന സംഭവത്തിലാണ് യുവതി പരാതിയുമായി രംഗത്ത് വന്നത്. 2018 സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ നടി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ഘട്ടത്തിൽ തനിക്കെതിരെയുള്ള ആരോപണം ബലപ്പെടുത്താനാണ് യുവതി ബലാത്സംഗ കുറ്റം ആരോപിക്കുന്നതെന്നായിരുന്നു സിദ്ദീഖിന്റെ വാദം. എന്നാൽ ഈ വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചില്ല. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് KTDCയുടെ ഉടമസ്ഥതയിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. ഹോട്ടലിലെ രജിസ്റ്റർ, ഫോൺ കോളുകൾ എന്നിവയെല്ലാം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സാഹചര്യ തെളിവുകൾ പരിഗണിച്ച് മുൻകൂർ ജാമ്യം അനുവദിക്കാനാവില്ല എന്ന നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയായിരുന്നു. അതേസമയം ഹൈക്കോടതിയുടെ നടപടി വന്നതിന് പിന്നാലെ സിദ്ദീഖ് ഒളിവിൽ പോയെന്നും ഇപ്പോൾ ഒളിവിൽ പോയ സ്ഥലം കണ്ടെത്തിയതായും സൂചനയുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഒളിവിൽ പോയത്. സിദ്ദീഖിന്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ അറസ്റ്റിലേക്ക് കടന്നേക്കുമെന്നും സൂചനയുണ്ട്. അറസ്റ്റ് ഏത് വിധേനയും ഒഴിവാക്കാൻ ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്ന് സിദ്ദീഖുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സിദ്ദീഖ് അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നത്. മാത്രമല്ല, ആരോപണമുയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖ് രാജിവെച്ചിരുന്നു. 376 വകുപ്പ് അനുസരിച്ച് ബലാത്സംഗത്തിന് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീണ്ടേക്കാവുന്നതുമായ പിഴയും ശിക്ഷയുമാകും ലഭിച്ചേക്കുക. 506 അനുസരിച്ച് ഭീഷണിപ്പെടുത്തലിന് 2 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടി ശിക്ഷയോ ലഭിച്ചേക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.